Dear students, welcome to the class of Fluid Mechanics. In this class, we will discuss the topics Darcy-Weisbach equation, Chassis formula, expression for coefficient of friction in laminar flow, and Moody's chart. First topic, turbulent flow. The flow through circular pipe will be turbulent if the Reynolds number is greater than 4000. Reynolds number എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഫ്ലോ ത്രൂ പൈപ്പാണ്. ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അത് അറിയാൻ വേണ്ടിയിട്ട് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RE is equal to rho VD by mu. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി, ഡി ഡയമീറ്റർ ഓഫ് പൈപ്പ്, mu എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അത് വെച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോ എന്താണ്? ടർബുലൻ്റ് ഫ്ലോ ആണ്. ഇനി ലെസ് ദാൻ 2300 ആണെങ്കിൽ അത് ലാമിനാർ ആണ്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് റേഞ്ച് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ട്രാൻസിഷൻ ഫ്രം ലാമിനാർ ടു ടർബുലൻ്റ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 4000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്ലോ ടർബുലൻ്റ് ആയിരിക്കും. ഇനി Darcy-Weisbach equation and Chassis formula is used for finding head loss due to friction for turbulent flow through pipes. ഈ പൈപ്പിലൂടെയുള്ള ടർബുലൻ്റ് ഫ്ലോ, ഓക്കെ, ആ കേസിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് Darcy-Weisbach ഇക്വേഷനും ചെസീസ് ഫോർമുലയും. അതിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻസാണ് ഇവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. First, Darcy-Weisbach equation. In case of turbulent flow through pipe, it has been observed through the experiment that frictional resistance is proportional to V raised to n, where n varies from 1.75 to 2. അതായത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടർബുലൻ്റ് ഫ്ലോൻ്റെ കേസിൽ അത് പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു എൻ ആണ്, വെലോസിറ്റി റേസ് ടു എൻ. ആ ഇൻഡെക്സ് എന്നിൻ്റെ വാല്യൂ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി കൊമേഴ്ഷ്യൽ പൈപ്പാണെങ്കിൽ ആ എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് എടുക്കും. അതിൻ്റെ മീനിങ് എന്താണ്? ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആർക്ക് പ്രൊപ്പോർഷണലാണ്? വെലോസിറ്റി സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഡെറിവേഷനിൽ വരുന്നതാണ്. പിന്നെ അതർ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, proportional to area of surface in contact, and frictional resistance depends on the nature of surface in contact. ഈ ഒരു ഫാക്ടറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പ്രഷൻ ഫോർ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. കൺസിഡർ എ യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ് ഹാവിങ് സ്റ്റഡി ഫ്ലോ. ഞാനൊരു ഹൊറിസോണ്ടൽ പൈപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, യൂണിഫോം ഡയമീറ്ററിലെ പൈപ്പ്. അതിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. രണ്ട് സെക്ഷൻസും കൺസിഡർ ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഈ സെക്ഷൻ 1ലെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, സെക്ഷൻ 2ലെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്. പ്രഷർ എന്ന് വെച്ചാൽ ആ ഒരു സർഫസിനെ നോർമൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 1ലെ വെലോസിറ്റി V1, സെക്ഷൻ 2ലെ വെലോസിറ്റി V2. ബിറ്റ്വീൻ സെക്ഷൻ 1 and 2 പൈപ്പ് ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. പൈപ്പിൻ്റെ ഡയമീറ്റർ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ D ആണ്. ഇതിപ്പം യൂണിഫോം ഡയമീറ്റർ പൈപ്പ് ആയതുകൊണ്ട് സെക്ഷൻ 1ലും സെക്ഷൻ 2ലും എന്തായിരിക്കും? സെയിം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, സെയിം ഡിസ്ചാർജ് ആയതുകൊണ്ട് ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല, വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഈ ഒരു ലെങ്ത്തിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹെഡ് ലോസ്, അതാണ് ഞാൻ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി FR എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെറ്റഡ് ഏരിയ ഒക്കെ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഇനി അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1 and 2. ബിറ്റ്വീൻ സെക്ഷൻ 1 and 2 അല്ലെ ഞാൻ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട റിയൽ ഫ്ലൂയിഡിനാണ്. പ്രാക്ടിക്കൽ കേസിൽ എല്ലാ ഫ്ലൂയിഡും എന്താണ്? റിയൽ ഫ്ലൂയിഡ്സ് ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് ആവുന്ന സമയത്ത് സീറോ വിസ്കോസിറ്റി ലോസസ് ഇല്ല. നമ്മളിപ്പോൾ റിയൽ കേസാണെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. Applying Bernoulli's equation between section 1 and 2 considering the fluid as a real fluid. എന്ത് കിട്ടും? ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 1 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 2 പ്ലസ് ലോസസ്. കാരണം ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ എലോങ് ദ ഫ്ലോ എന്താണ്?
ടോട്ടൽ ഹെഡ് കുറയും, അല്ലെങ്കിൽ ലോസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എക്സ്പ്രഷൻ ഇങ്ങനെ വരുന്നത്. ഇനി ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റിയാൽ P1/ρg പ്ലസ് V1² × 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² / 2g പ്ലസ് Z2 പ്ലസ് HF. HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇവിടെ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പൈപ്പാണ്. Z1 ഈസ് ഈക്വൽ ടു Z2. പിന്നെ വെലോസിറ്റി ചേഞ്ച് ഇല്ല, 1ലും 2ലും സെയിം വെലോസിറ്റിയാണ്. ആ ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 അങ്ങനെയാവും. P1/ρg ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് HF, അല്ലെങ്കിൽ HF ഈസ് ഈക്വൽ ടു P1/ρg മൈനസ് P2/ρg, അല്ലെങ്കിൽ P1 മൈനസ് P2 എന്ത് ചെയ്താൽ ρg HF. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ FR ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി എന്ന്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടും? ഈ ടേം ഇൻറ്റു അപ്പർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ടേംസിനൊക്കെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നാലേ ടോട്ടൽ വാല്യൂ ആയില്ലേ. അതായത് ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി ഇൻറ്റു ഫസ്റ്റത്തെ പെർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ടേം എന്താണ്? വെറ്റഡ് ഏരിയ ആണ്. അടുത്തത് വെലോസിറ്റി ആണ്. ഇവിടെ ഞാൻ വെലോസിറ്റിക്ക് പകരം വെലോസിറ്റി സ്ക്വയറാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടർബുലൻ്റ് ഫ്ലോയിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത് ഫോർ കൊമേഴ്ഷ്യൽ പൈപ്സ്. അതുകൊണ്ടാണ് ഇവിടെ വെലോസിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ, അതിവിടെ നോട്ട് ചെയ്യണം. ആണെങ്കിൽ F ഈസ് ഈക്വൽ ടു FR ഇൻറ്റു ഈ വെറ്റഡ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? വെറ്റഡ് ഏരിയ എന്ന് വെച്ചാൽ ശരിക്കും ആ ഫ്ലൂയിഡും നമ്മളെ ആ കൺസിഡർ ചെയ്തിരിക്കുന്ന ലെങ്ത്തിൽ, അത് ആ ഫ്ലൂയിഡും നമ്മളെ സോളിഡ് സർഫസും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഏരിയ അതേതാണ്? ഇപ്പോൾ സർക്കുലർ പൈപ്പാണ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കലാണ്. ആ സിലിണ്ട്രിക്കലിൻ്റെ ഈ ഒരു ലെങ്ത്തിൻ്റെ ഉള്ള ഇന്നർ സർഫസ്, ആ ഇന്നർ സർഫസിൽ ആ സിലിണ്ട്രിക്കൽ ഏരിയ, അതാണ് ഈ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് ആ ഫ്ലൂയിഡ് വെറ്റിങ് വരുന്നത്. അതങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആദ്യം ഈ πd എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ 2πr എന്ന് വെച്ചാൽ ആ സർക്കുലറാണ് ഷേപ്പ്. ആ സർക്കുലറിൻ്റെ ഈ ഒരു ലൊക്കേഷനിലെ പെരിമീറ്ററായി πd എന്ന് പറഞ്ഞാൽ ഇൻറ്റു ദാറ്റ് ആ ലെങ്ത്ത്. അത് ചെയ്താൽ എന്തായി? ആ സിലിണ്ട്രിക്കൽ ഏരിയ കിട്ടും. അവിടെയാണ് ഫ്ലൂയിഡ് വെറ്റിങ് വരുന്നത്, അല്ല ഫ്ലൂയിഡ് കോണ്ടാക്റ്റ് വരുന്നത്. അതാണ് ഈ വെറ്റഡ് ഏരിയ പറഞ്ഞ് ഞാൻ πdl എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇൻറ്റു V², അതായത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു FR ഇൻറ്റു πdl ഇൻറ്റു V². ഇതിൽ πdl എന്ന് പറഞ്ഞാൽ വെറ്റഡ് ഏരിയ. വെറ്റഡ് ഏരിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് πd എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്ററിറ്റി ഇൻറ്റു ദാറ്റ് ലെങ്ത് ചെയ്താൽ ആ ഉള്ളിലത്തെ ആ സിലിണ്ട്രിക്കൽ ഏരിയ അത് കിട്ടി. അതാണ് വെറ്റഡ് ഏരിയ. ഇനി V എന്ന് പറഞ്ഞാൽ ഈ V1 ആയാലും V2 ആയാലും എന്താണ്? സെയിം വെലോസിറ്റിയാണ്. അത് ഞാൻ V എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഇതിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി. ഇനി ഇതിലുള്ള ഫോഴ്സസ് ആക്ടിങ് ഓൺ ഫ്ലൂയിഡ് എലമെൻറ്റ് ബിറ്റ്വീൻ 1 and 2 എന്താണ്? ഇവിടെ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ P1 ആണ്. അതിൻ്റെ ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രഷർ ഫോഴ്സ് കിട്ടി. ഇവിടെയും അതേപോലെ സെക്ഷൻ 2ലെ പ്രഷർ അതിനെ ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? അവിടുത്തെ പ്രഷർ ഫോഴ്സും കിട്ടി. ഇനി ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈ ഒരു ഡയറക്ഷനിലുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ആ ഫോഴ്സസ് റിസോൾവ് ചെയ്യുന്നത് ഇവിടെ എന്താണ്? സ്റ്റഡി ആൻഡ് യൂണിഫോം ഡയമീറ്ററിലെ പൈപ്പിലെ സ്റ്റഡി ഫ്ലോ ആണ്. മീൻസ് ആക്സിലറേഷൻ എന്താണ്? അവിടെ 0 ആണ്. അതായത് F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആ ഫ്ലോയിങ് ഡയറക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്തായി? 0 ആയി. അലോങ് ദാറ്റ് ഫ്ലോയിങ് ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ? ഈ ഒരു ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ P1 ഇൻറ്റു A പോസിറ്റീവ് ഉണ്ടാവും. ബാക്കി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, നെഗറ്റീവായി. അതായത് P1A മൈനസ് P2A മൈനസ് F ഈസ് ഈക്വൽ ടു 0. നെറ്റ് ഫോഴ്സ് ഫ്ലോയിങ് ഡയറക്ഷനിൽ 0 ബിക്കോസ് ദർ ഈസ് നോ ആക്സലറേഷൻ. P1 മൈനസ് P2 ഇൻറ്റു A ഈസ് ഈക്വൽ ടു F. ഇനി ഇക്വേഷൻ 3 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ എഫിന് ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഈ ഒരു എഫിന് ഞാൻ ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 3 എന്ന് പറഞ്ഞിട്ട് നമ്പറും ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്? ഈ എഫിൻ്റെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് വരും? P1 മൈനസ് P2 ഇൻറ്റു A ഈസ് ഈക്വൽ ടു FR ഇൻറ്റു πdl ഇൻറ്റു V². അല്ലെങ്കിൽ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു FR ഇൻറ്റു πdl ഇൻറ്റു V² ബൈ A വരും.
ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചൊരു സാധനമുണ്ട്. എന്താ P1 - P2 = റോ ജി ഇൻറ്റു HF. ഇനി ഈ P1 - P2ൻ്റെ സ്ഥാനത്ത് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. റോ ജി HF = FR × πdl × V²/A. അല്ലെങ്കിൽ HFന് എന്ത് എക്സ്പ്രഷൻ കിട്ടി? HF = FR × πdl × V²/ρGA. ഇക്വേഷൻ നമ്പർ 4. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഞാൻ ഡയമീറ്റർ സ്മോൾ ലെറ്റർ D ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണ്? π/4 × d². ഏരിയയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ആ ഇക്വേഷനിൽ. എന്തോന്ന്? FR × πdl × V²/ρG π/4 × d². ഓക്കെ, ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യാനെല്ലാം ക്യാൻസൽ ചെയ്തു. എന്താ കിട്ടുന്നത്? FR × 4l V²/ρGD. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. HF = FR/ρG × 4l V²/D. അടുത്തത് ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെയും 2g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 2g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ മാറ്റം വരുമോ? ഇല്ല, രണ്ട് ക്യാൻസൽ ആയി പോകും, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഓക്കെ, അന്നേരം HF = FR × 2g /ρG × 4l V²/2GD. ഇനി ഇതിൽ എക്സ്പ്രഷൻ ഒന്നും കൂടെ മാറ്റി എഴുതിയിട്ടുണ്ട്. സെയിം തന്നെ ഈ ഒരു ടേം FR × 2g/ρG അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് ആൻഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ F. F ഈസ് നത്തിങ് ബട്ട് ഡാർസീസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഈ ഒരു ടേമിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താണ്? F വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ HFൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? HF = 4 × ഈ ടേം FI 4FL V²/2GD. ഇതിൽ ഈ F എന്ന് പറയുന്നത് ഡാർസീസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. അതിന് ഒരു പേരും കൂടിയുണ്ട്, ഫാനിങ് ഫ്രിക്ഷൻ ഫാക്ടർ. ഇതിലത്തെ ഈ F എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നമ്പർ 5 ആണ്, ഡാർസി വെയ്സ്ബാച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ദി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ്. മെയിനായിട്ട് ഈ HF = 4FL V²/2GD എന്ന് പറയുന്ന ഇക്വേഷൻ ടർബുലൻറ്റ് ഫ്ലോൻ്റെ കേസിലാണ് മെജോറിറ്റിയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഇറ്റ് ഈസ് വാലിഡ് ഫോർ ലാമിനാർ ആസ് വെൽ ആസ് ടർബുലൻറ്റ് ഫ്ലോ. ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ഗുഡ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഫ്ലോ പ്രൊവൈഡഡ് പ്രോപ്പർ വാല്യൂ ഓഫ് F ഈസ് ചൂസൺ. ഓക്കെ, ഇത് എല്ലാ ടൈപ്പ് ഫ്ലോസിനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ എഫിൻ്റെ വാല്യൂ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എഫിൻ്റെ വാല്യൂ ചൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ്. ഇത് എല്ലാത്തിനും വാലിഡാണ്, എല്ലാ ഫ്ലോസിനും വാലിഡാണ്. ഓക്കെ, ഒരു എക്സ്പ്രഷൻ ഇതിലുണ്ട്. HF = 4FL V²/2GD. ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഉണ്ട്. ഈ 4ഉം 2ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അത് എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യാണ്ട് ഇങ്ങനെ ഈ HF = 4FL V²/2GD എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന് ഒരു കാരണമുണ്ട്. ഇതിനൊരു ഫോമുലും കൂടെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ മാറ്റി ചെയ്തിരിക്കുന്നത് HF = F'(L V²/2GD). എന്ത് മാറ്റാവുന്നത്? ഈ 4Fൻ്റെ സ്ഥാനത്ത് F' വന്നു. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആ 4F = F' തന്നെ ആയിരിക്കണം. എന്നാലും എനിക്കിങ്ങനെ മാറ്റി ചെയ്താൽ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു ടേമിനെ പറയും ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ, അല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷൻ ഫാക്ടർ. നമ്മൾ ഈ 4F എന്നുള്ളൊരു ടേം, ആ 4Fനെ ക്ലബ്ബേറ്റ് ചെയ്തിരിക്കുന്ന ആ ടേമിനെയാണ് F' അല്ലെങ്കിൽ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷൻ ഫാക്ടർ. ഈ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടറും റെയ്നോൾഡ്സ് നമ്പറും പിന്നെ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചാർട്ടുണ്ട്, മൂഡീസ് ചാർട്ട്. ആ മൂഡീസ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എഫിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓരോ ടെക്സ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് HFന് ചിലപ്പം ഈ F' ഒന്നും ഈ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടറിന് എല്ലാ സ്ഥലത്തും ഈ F' ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അത് ഇക്വേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കണം. ആ ഈ എഫിൻ്റെ വാല്യൂ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ ആണോ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണോ എന്ന് ആ ഇക്വേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ HF = 4FL V²/2GD എന്നാണ് എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ എഫ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അല്ലാണ്ട് ഞാൻ HF = FL V²/2GD ആ 4 ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫാക്ടറാണ്. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, ഇവിടെ ഫ്രിക്ഷൻ ഫാക്ടറാണ്. അത് ശ്രദ്ധിക്കണം, ഇക്വേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കണം.
4 ഉണ്ടെങ്കിൽ ആ എഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇനി 4 ഇല്ലാത്ത എക്സ്പ്രഷൻ ആണെങ്കിൽ അത് ഫ്രിക്ഷൻ ഫാക്ടറാണ്. അടുത്തത് ചെസീസ് ഫോർമുല. ചെസീസ് ഫോർമുലേൻ്റെ ഡെറിവേഷൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ഡാർസീസ് വെയ്സ്ബാച്ച് ഇക്വേഷൻ്റെ സെയിം സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. ആ തുടങ്ങിയിട്ട് ഈ ഒരു എക്സ്പ്രഷൻ എത്തണം. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ തൊട്ടിട്ടാണ് പിന്നെ ചേഞ്ച് ഉണ്ടാകുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ആദ്യം തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കണം. ഞാനിപ്പം എഴുതിയിരിക്കുന്നത് റീകോളിംഗ് ഇക്വേഷൻ 4 ഇൻ ദ ഡെറിവേഷൻ ഓഫ് ഡാർസീസ് വെയ്സ്ബാച്ച് ഇക്വേഷൻ. ഓൾറെഡി ഇതുവരെ ഞാൻ ഡിറൈവ് ചെയ്ത് വെച്ചതുകൊണ്ട് അവിടെ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കണം. അതിന് ശേഷമാണ് ബാക്കി ചെയ്യേണ്ടത്. അല്ലാണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ആർ ഇൻറ്റു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ ബൈ റോ ജി ഇൻറ്റു എ. അതായത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ഡാർസി വെയ്സ്ബാച്ച് ഇക്വേഷൻ്റെ ഡെറിവേഷൻ നിന്ന് കിട്ടിയ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പാണിത്. ഇനി ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റി തന്നു. എഫ് ആർ ബൈ റോ ജി, ഈ പൈ ടൈംസ് ഡയമീറ്റർ എന്താണ്? ആ പെരിമീറ്ററാണ്. ഓൾറെഡി പറഞ്ഞ ആ പെരിമീറ്ററാണ്, ആ വെറ്റഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെരിമീറ്ററാണ് ഈ പൈ ഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2πr വരും. ഓക്കെ, പൈ ഡിക്ക് ഞാൻ പി കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ടേം എൽ ഇൻറ്റു വി സ്ക്വയർ ബൈ എ തന്നെ. അതിൽ പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ അല്ലെങ്കിൽ പൈ ഡി. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി റേഷ്യോ എ ബൈ പി, അതായത് ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. അതിനെന്താ പറയുന്നത്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എം. അതായത് എം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ ഫ്ലോന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഏരിയ. ഫ്ലോ ഈ ഡയറക്ഷനിലാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? സർക്കിളാണ്. സർക്കുലർ ഏരിയ അല്ലെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷനാണ് വരുന്നത്. ആ ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ, ഇപ്പം പറഞ്ഞാൽ പെരിമീറ്റർ, അതാണ് ഞാൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് എം ഈസ് ഈക്വൽ ടു എ ബൈ പി, പൈ ബൈ 4 ഡി സ്ക്വയർ ബൈ പൈ ഡി. സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് അന്ന് ഇത് വരുന്നത്. അത് എം ഈസ് ഈക്വൽ എന്താണ്? ഡി ബൈ 4 കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 5, അതായത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ഇതിൽ ഞാൻ ഈ എ ബൈ പിക്ക് വരെ എം കൊടുക്കുന്നു. ഇവിടെ പി ബൈ എ ഇല്ല, എന്നാലും എന്ത് വരും? നോർമലി 1 ബൈ എം വരും. എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ആർ ബൈ റോ ജി ഇൻറ്റു 1 ബൈ എം ഇൻറ്റു എൽ ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, ഈ എ ബൈ പി, ഇവിടെ വരുന്ന എ ബൈ പിക്ക് പകരം എന്തൊരു എം, അല്ലെങ്കിൽ പി ബൈ എന്ന് വെച്ചാൽ 1 ബൈ എം കൊടുത്തു. അതിനുശേഷം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എച്ച് എഫ് ബൈ എൽ ഇൻറ്റു റോ ജി ബൈ എഫ് ആർ ഇൻറ്റു എം. ഓക്കെ, വി സ്ക്വയറിന് എക്സ്പ്രഷൻ മതി. വി സ്ക്വയർ ഇതാണെങ്കിൽ വി എന്ത് ചെയ്താൽ? വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ടേം. ഇനി എന്ത് ചെയ്യുന്നത്? ആ സ്ക്വയർ റൂട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ ജി ബൈ എഫ് ആർ ഇൻറ്റു റൂട്ട് ഓഫ് എം ഇൻറ്റു ഇത്ര പേര് ടേം എച്ച് എഫ് ബൈ എൽ. ഇനി ഞാൻ ഈ ഒരു ടേമിന് ഈ റൂട്ട് ഓഫ് റോ ജി ബൈ എഫ് ആർ ഈസ് ഈക്വൽ ടു സി, ഒരു കോൺസ്റ്റൻറ്റ്, അതിനെ പറയുന്ന പേരെന്താണ്? ചെസീസ് കോൺസ്റ്റൻറ്റ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ടേം എന്ന് പറയുന്നതാണ് ചെസീസ് കോൺസ്റ്റൻറ്റ്. പിന്നെ ഈ എച്ച് എഫ് ബൈ എൽ, അതിനെ ഞാൻ ഐയും കൂടെ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഐ എന്താണ്? എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്, ബൈ ലെങ്ത്, അല്ലെങ്കിൽ ഐ എന്നേരം എന്താവും? ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് പൈപ്പ്. അതാണ് ഞാൻ ഐ എടുത്തിരിക്കുന്നത്. ഇനി ഈ രണ്ട് ടേംസ്, അതായത് റൂട്ട് റോ ജി ബൈ എഫ് ആർ സിയും എച്ച് എഫ് ബൈ എൽ ഐയും, അത് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു ഈ ടേം എന്തായി? സി ഐ പിന്നെ റൂട്ട് എം ഐ. വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. ഇതാണ് ചെസീസ് ഫോർമുല, അല്ലെ ചെസീസ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഇത്. ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എപ്പോൾ? നമുക്ക് ഏതൊക്കെ അറിഞ്ഞിരിക്കണം? വെലോസിറ്റി ഓഫ് ഫ്ലോവും അറിഞ്ഞിരിക്കണം, പിന്നെ സീൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. വിൻ്റെയും സീൻ്റെയും വാല്യൂ അറിയെങ്കിൽ നമുക്ക് എച്ച് എഫ് കണ്ടുപിടിക്കാം. ഇതിൽ ഈക്വേഷൻ ലൈൻ എവിടെ എച്ച് എഫ് ഉള്ളത്? എച്ച് എഫ് ഇവിടെ ഐയിലുണ്ട്. ഐ എന്താണ്? എച്ച് എഫ് ബൈ എൽ ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് പൈപ്പ് അറിയെങ്കിൽ ഐ കണ്ടുപിടിച്ചാൽ എന്തായി? നമുക്ക് എച്ച് എഫ് കണ്ടുപിടിക്കാം. ഇതിൽ എം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, അത് സർക്കുലർ പൈപ്പ് ആണെങ്കിൽ എപ്പോഴും ഡി ബൈ 4 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എം ഈസ് ഈക്വൽ എപ്പോഴും ഡി ബൈ 4 ആയിരിക്കും. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയമീറ്റർ ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കിട്ടും. എന്താ അറിയേണ്ടത്? വിൻ്റെ വാല്യൂ സീൻ്റെ വാല്യൂ പറഞ്ഞാൽ മതി.
അടുത്തത് എക്സ്പ്രഷൻ ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോൻ്റെ ഹെഡ് ലോസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ആയിട്ടുണ്ടായിരുന്നു, ഹെയ്ഗൻ പോയ്സന്റെ ഇക്വേഷൻ. ദ ലോസ് ഓഫ് പ്രഷർ ഹെഡ് ഇൻ എ പൈപ്പ് ഓഫ് ഡയമീറ്റർ ഡി. ഒരു പൈപ്പിലൂടെ വിസ്കസ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയമീറ്റർ ഡി ആണ്, ലെങ്ത്ത് എൽ ആണ്, ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് മ്യൂ ആണ്, പിന്നെ ആവറേജ് വെലോസിറ്റി വി ആണെങ്കിൽ ഹെയ്ഗൻ പോയ്സന്റെ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്, HF ഈസ് ഈക്വൽ ടു 32 മ്യൂ VL ബൈ റോ ജി ഡി സ്ക്വയർ ആണ്. ഇനി ഹെഡ് ലോസിൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡാർസി വെയ്സ്ബാച്ച് ഇക്വേഷൻ. ഓക്കെ, അതെന്ന് വെച്ചാൽ വാലിഡ് ഫോർ ബോത്ത് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ ആണ്. പക്ഷേ എഫിൻ്റെ വാല്യൂ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതാണ് ഇപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഈ HF ഈസ് ഈക്വൽ ടു 4FLV² ബൈ 2GD. അത് എഴുതിയാൽ എഫ് എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അതെങ്ങനെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫാക്ടർ ആണോ അങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എടുക്കേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എഫ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇനി ആദ്യത്തെ ഇക്വേഷൻ എ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, രണ്ടും ഇക്വേറ്റ് ചെയ്യുക. രണ്ടും ഹെഡ് ലോസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടും ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 32 മ്യൂ VL ബൈ റോ ജി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4FLV² ബൈ 2GD. ഇതിൽ ക്യാൻസൽ ചെയ്യാനില്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ എന്ത് കിട്ടും, 16 ഇൻറ്റു മ്യൂ ഡിവൈഡ് ബൈ റോ VD. നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ എന്താ അറിയാം, റോ VD ബൈ മ്യൂ ആണ്. അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അങ്ങനെ ഏതാ, എഫ് ഈസ് ഈക്വൽ ടു 16 ബൈ റെയ്നോൾഡ്സ് നമ്പർ എന്ന് കിട്ടും. ഓക്കെ, ഇത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇനി ഫ്രിക്ഷൻ ഫാക്ടർ ആണെങ്കിലോ, അല്ലെങ്കിൽ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 4 ടൈംസ് എഫ് ആണ്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. മീൻസ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 64 ബൈ റെയ്നോൾഡ്സ് നമ്പർ കിട്ടും. ഓക്കെ, ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്, നോക്കിയിട്ട് തന്നെ എഴുതണം. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നതെങ്കിൽ ഇതാണ്. ഇനി ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷൻ ഫാക്ടർ ആണെങ്കിൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ എന്ത് വരും, 64 ബൈ റെയ്നോൾഡ്സ് നമ്പർ വരും. അടുത്ത ടോപ്പിക്ക് മൂഡീസ് ചാർട്ട്. മൂഡീസ് ചാർട്ട് ഗിവ്സ് ദ വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഫാക്ടർ ഫോർ എനി പൈപ്പ് provided its relative roughness and Reynolds number of flow are known. മൂഡീസ് ചാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ കേസിലൊക്കെ ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ മൂഡീസ് ചാർട്ട് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ്സിൻ്റെയൊക്കെ ഫ്രിക്ഷൻ ഫാക്ടർ ആ മൂഡീസ് ചാർട്ട് നമുക്ക് ഐഡൻറ്റിഫൈ എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, റിലേറ്റീവ് റഫ്നെസ്സും റെയ്നോൾഡ്സ് നമ്പറും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് നമുക്ക് ഐഡൻറ്റിഫൈ എടുക്കാം. ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കണം, ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രിക്ഷൻ ഫാക്ടറാണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ല. ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടറാണ്. മൂഡീസ് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫാക്ടറാണ്, നോട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇനി ഇതിൽ റിലേറ്റീവ് റഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്, റിലേറ്റീവ് റഫ്നെസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ ഡി. എപ്സിലോൺ എന്ന് വെച്ചാൽ മീൻ ഹൈറ്റ് ഓഫ് റഫ്നെസ് ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ്. എനിക്ക് ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ റിലേറ്റീവ് റഫ്നെസ്സിൻ്റെ വാല്യൂവും അറിയണം, പിന്നെ റെയ്നോൾഡ്സ് നമ്പർ അറിയണം. ആ രണ്ടുപേരെയും ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ എപ്സിലോണിൻ്റെ വാല്യൂ, ന്യൂ പൈപ്പിൻ്റെ മെറ്റീരിയൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ പൈപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്തായിട്ടുള്ള ന്യൂ പൈപ്പ്സ്, അതിൻ്റെ കേസിൽ ഓരോ മെറ്റീരിയലിൻ്റെയും എപ്സിലോണിൻ്റെ വാല്യൂ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ന്യൂ പൈപ്പ്സിന് മാത്രമാണ് അപ്ലിക്കബിൾ. പിന്നെ കുറേ കാലം യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, പൈപ്പ് കൊറോഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിൽ സ്കെയിൽസ് ഫോം ചെയ്യുക, അങ്ങനെ പലതും സംഭവിക്കാം. ആ സമയത്ത് ഈ റഫ്നെസ്സിൻ്റെ വാല്യൂ എന്താവും, ഇൻക്രീസ് ആവും. ഈ ടേബിളിൽ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ പൈപ്പിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഈ വാല്യൂ എന്ത് ചെയ്യുക, ഡയമീറ്റർ അറിയെങ്കിൽ നമുക്ക് ഈ റിലേറ്റീവ് റഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആ റിലേറ്റീവ് റഫ്നെസ്സും റെയ്നോൾഡ്സ് നമ്പറും അറിയെങ്കിൽ മൂഡീസ് ചാർട്ട് ഉപയോഗിച്ചിട്ട് ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു മൂഡീസ് ചാർട്ടിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കോർഡിനേറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രിക്ഷൻ ഫാക്ടറാണ്, ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ എഫ് ഡാഷ്. ഇവിടെ എടുത്തിരിക്കുന്നത് റെയ്നോൾഡ്സ് നമ്പറാണ്. പിന്നെ ഇതുണ്ട്, ഇവിടെ എപ്സിലോൺ ബൈ ഡി റേഷ്യോയും ഇവിടെ എടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പം സ്മൂത്ത് പൈപ്പാണെങ്കിൽ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ സ്മൂത്ത് പൈപ്പാണെങ്കിൽ ആ റഫ്നെസ് എന്തായിരിക്കും, 0, അല്ലെങ്കിൽ എപ്സിലോൺ ബൈ ഡി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എനിക്കിനിപ്പം ഒരു പർട്ടിക്കുലർ റെയ്നോൾഡ്സ് നമ്പർ അറിയാം. ഇപ്പോൾ ഫ്ലോ നടക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ എനിക്കറിയാം. പിന്നെ സ്മൂത്ത് പൈപ്പാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഫ്രിക്ഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം,
ഓക്കെ, ആ റെയ്നോൾഡ്സ് നമ്പറിൽ നിന്ന് നേരെ ആ സ്മൂത്ത് ബൈ എപ്സിലോൺ ബൈ ഡി ഏതാണോ നമുക്ക് മാച്ച് ചെയ്യുന്നത് അതിലോട്ട് പോയിട്ട് കറസ്പോണ്ടിങ് ഇവിടുത്തെ ഈ ആക്സിലെ വാല്യൂ എടുത്ത് എന്തായി ഫ്രിക്ഷൻ ഫാക്ടർ കിട്ടും. അങ്ങനെയാണ് മൂഡീസ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, എപ്സിലോൺ ബൈ ഡി അറിഞ്ഞിരിക്കണം, റെയ്നോൾഡ്സ് നമ്പർ അറിഞ്ഞിരിക്കണം, കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പറിൽ ഇവിടെ ലോവർ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലാമിനാർ ആയിരിക്കും. പിന്നെ ഈ ഷെയ്ഡഡ് കാണിച്ചിരിക്കുന്നത് ട്രാൻസിഷനാണ്. ഹയർ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ ടർബുലൻറ്റ് ഫ്ലോ ആണ്. ഓക്കെ, പിന്നെ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? ഫോർ ലാമിനാർ ഫ്ലോ ഫ്രിക്ഷൻ ഫാക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സർഫസ് റഫ്നെസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലാമിനാർ ഫ്ലോ, ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ 2300-നെക്കാട്ടിയും ലോവർ ആയിട്ടുള്ള റേഞ്ച്. ലാമിനാർ ഫ്ലോൻ്റെ റീജിയൺ ഇവിടെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് സംഭവിക്കുന്നുണ്ട്, റെയ്നോൾഡ്സ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഫ്രിക്ഷൻ ഫാക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ റെയ്നോൾഡ്സ് നമ്പർ. പിന്നെന്താണ്, ഏത് പൈപ്പായാലും അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് സർഫസ് റഫ്നെസ് ആണ്. എല്ലാ പൈപ്പിനായാലും ഈ ഒരേ ലൈനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അത് സർഫസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? റെയ്നോൾഡ്സ് നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ലാമിനാർ ഫ്ലോൻ്റെ കേസിൽ. ഇനി സെക്കൻഡ് പോയിന്റ്, അറ്റ് വെരി ലാർജ് റെയ്നോൾഡ്സ് നമ്പർ ദ ഫ്രിക്ഷൻ ഫാക്ടർ കർവ് കറസ്പോണ്ടിങ് ടു സ്പെസിഫൈഡ് റിലേറ്റീവ് റഫ്നെസ് കർവ്സ് ആർ നിയർലി ഹൊറിസോണ്ടൽ ആൻഡ് ദസ് ഫ്രിക്ഷൻ ഫാക്ടർ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഹൈ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പറിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കർവ് എന്ന് വെച്ചാൽ എന്തായി? ഫ്ലാറ്റായി. പിന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അത് റെയ്നോൾഡ്സ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ റെയ്നോൾഡ്സ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി എത്ര റെയ്നോൾഡ്സ് നമ്പർ ആയാലും അതിൻ്റെ വാല്യൂ എന്താണ്? ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രിക്ഷൻ ഫാക്ടർ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഏത് റെയ്നോൾഡ്സ് നമ്പർ ആയാലും എന്താണ്, ഇവിടെ ഏത് പോയിൻ്റ് എടുത്താലും സെയിം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഫാക്ടർ. ഹൈ റെയ്നോൾഡ്സ് നമ്പർ വരുന്ന കേസിലാണ് അത് പറയുന്നത്. ഇതൊക്കെയാണ് മൂഡീസ് ഡയഗ്രത്തിലെ ഒബ്സർവേഷൻസ്. ഇനി ഈ ട്രാൻസിഷൻ സോൺ എന്ന് വെച്ചാൽ ഫ്ലോ ലാമിനാർ ആവാം, ടർബുലൻ്റ് ആവാം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ട് ലാമിനാറും ടർബുലൻറ്റും ആവാം. ആ ഒരു റേഞ്ചിൽ മാത്രം ഈ മൂഡീസ് ചാർട്ടിൽ വെച്ചിട്ട് അത്രയും ആക്യുറേറ്റ് റിസൾട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കൽ എന്താണ്? ബുദ്ധിമുട്ടാണ്. ബാക്കി ലാമിനാർ ആയാലും ഈ ടർബുലൻറ്റ് റീജിയൺ ആയാലും എന്താണ്, നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് മൂഡീസ് ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ആക്ച്വൽ മൂഡീസ് ചാർട്ട് എന്ന് പറയുന്നത്. നമ്മളെ ഓരോ ഡിഫറെൻറ്റ് മെറ്റീരിയലിൻ്റെ റഫ്നെസ്സും അല്ല എപ്സിലോണിൻ്റെ വാല്യൂ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ അറിയാമെങ്കിൽ ഈ ഡയഗ്രത്തിൽ എന്താണ് മൂഡീസ് ചാർട്ടിൽ നിന്ന് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ എക്സാമിന് വരക്കുന്ന സമയത്ത് ഇത് പ്രാക്ടിക്കലി വരക്കൽ പോസിബിൾ അല്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ എക്സാമിന് വരക്കുന്ന സമയത്ത് ഈ ഒരു ഫിഗർ വരച്ചാൽ മതി.